ഭംഗിയാണ് ഗായ്സ്. ധനുഷ്കോടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ നിന്ന് ഫോൺ വീഴുക, ഞാൻ വീടൊന്നും അറിയില്ല. എന്ത് ഭംഗിയാണ്. നമ്മൾ ഫൈനലി അങ്ങനെ ധനുഷ്കോടി ഗായ്സ്. ശ്രീലങ്കയിലേക്കുള്ള പ്രധാന കവാടമാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ധനുഷ്കോടി എന്ന് പറയുന്നത്. ഈ ധനുഷ്കോടിയുടെ അറ്റാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പണ്ട് കാലത്ത് ധനുഷ്കോടി പറഞ്ഞാൽ ഭയങ്കര കടകളും സ്കൂള്, അമ്പലം, ചർച്ച്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ടായിരുന്ന ഒരു ടൗണായിരുന്നു. പക്ഷേ 1963 ഡിസംബർ 27 അതിഗംഭീര ചുഴലിക്കാറ്റ് വന്നിട്ട് ധനുഷ്കോടി എന്ന നഗരം മൊത്തം ഇല്ലാതാക്കി. അതായത് ആ ധനുഷ്കോടിയുടെ ജാതകം മൊത്തം അങ്ങോട്ട് തിരിച്ചെഴുതപ്പെട്ടു പറയില്ലേ, അതേപോലെ ചുഴലിക്കാറ്റ്, ചമ്മാതിരി ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി എന്ന നഗരം മൊത്തം ഇല്ലാതായി. ആ ചുഴലിക്കാറ്റിലുണ്ടല്ലോ, ആ മൊത്തത്തിലങ്ങ് നാമാവിശേഷമായി തന്നെ പറയാം. ഇന്നലെ അക്ഷരാർത്ഥത്തിലുണ്ട് ഇതൊരു വെറും പ്രേതനഗരം എന്നാണ് അറിയപ്പെടുന്നത്. രാമേശ്വരം ദ്വീപിൻ്റെ തെക്കേ അറ്റാണിത്. രാമേശ്വരത്തിന് ദ്വീപില്ലേ, അതിന് തെക്കേ അറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ശ്രീലങ്ക, ഇവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശ്രീലങ്ക എത്തും. അത് കപ്പലിലൊക്കെ പോകണം. നമ്മൾ തോന്നിയ മാസത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെടികൊണ്ട് ചാവും മക്കളെ. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. ആ റൂൾസ് അനുസരിച്ച് മാത്രമേ നമ്മൾ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ധനുഷ്കോടി എന്ന കുഞ്ഞൊരു നഗരം. ഇനിയിപ്പോൾ നഗരം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം എല്ലാം പോയി, മൊത്തം പോയി. ഇതാണ് നമ്മൾ ലൈറ്റ് ഹൗസ്, ആ കാണുന്നത് അതാണ് ലൈറ്റ് ഹൗസ്. ഇതോടൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ പോയപ്പോൾ ഒരുപാട് സാധനങ്ങൾ നമ്മളോട്, ഒരുപാട് സാധനങ്ങൾ അത് അവിടുത്തെ കടലിൽ നിന്ന് എടുത്ത വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് ഇത് മൊത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടാവും ഇതിൻ്റെ വീഡിയോ. എന്നാലും എന്തായാലും ഭയങ്കര വിലക്കുറവ്. ഈ മാലകളൊക്കെ കണ്ട് വെറും 20 രൂപയുള്ളൂ. നമ്മളോടാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 60-70 കൊടുക്കേണ്ടി വരും. ഭയങ്കര വില വ്യത്യാസം. അത് കമ്മലാണെങ്കിലും എല്ലാ സാധനങ്ങളും ഒരു ചീപ്പ് റേറ്റിനാണ്. വളകളൊക്കെ, പിള്ളേർക്കുള്ള വളകളൊക്കെ ഉണ്ടല്ലോ, പറയണ്ട. ഇതാണ് നമ്മൾ ധനുഷ്കോടി. അങ്ങനെ അത് കാണാനുള്ള മഹാഭാഗ്യം എനിക്കുണ്ടായി ഗായ്സ്. ഒന്നും പറയണ്ട. എന്തായാലും എല്ലാവരും ഒന്ന് എങ്ങനെയും ഒന്ന് വന്ന് കാണേണ്ടതാണ്. അതൊക്കെ നമ്മൾ ലൈഫിൽ ഒരിക്കലും വന്ന് കാണണം. കാരണം അവിടുത്തെ ഈ നമ്മളെ ചൂരൽമലയല്ലേ, അതേപോലെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ചൂരൽമല മൊത്തം ഇല്ലാതായില്ല, അതേപോലെ ധനുഷ്കോടി എന്ന മഹാനഗരം മൊത്തത്തിലില്ലാതെ. ഇപ്പോൾ കുറച്ച് ടൂറിസ്റ്റുകാർ വരും, അവർ കുറച്ച് ഐറ്റംസൊക്കെ വെച്ച് വിൽക്കും, അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ നമ്മൾ ധനുഷ്കോടി കണ്ട് തിരിച്ച് നമ്മൾ ആ നഗരമുണ്ട്, ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ ചുഴലിക്കാറ്റിൽ ഒലിച്ചു പോയ നഗരമല്ലേ, ആ സ്ഥലം നമ്മൾ കാണാനാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ഫ്രീ ബസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വേറെ ടാക്സി ഒന്നും വിളിച്ചില്ല. അപ്പോൾ ഫ്രീ ബസ് പോയി നമ്മൾ അവിടെ പോയിട്ട് ഇറങ്ങി. അപ്പോൾ അവിടെയാണ് ഇനി നമ്മൾ കാണാൻ പോണ കാഴ്ചകൾ. ഒറിജിനൽ ധനുഷ്കോടി, ഇതാണ് പഴയ ധനുഷ്കോടി. ഇപ്പോൾ വെറും കടകൾ മാത്രമേ ഉള്ളൂ അവിടെ. ഇതാണ് അവിടുത്തെ വീടുകളുടെ ഒരവസ്ഥ. ആ ചുഴലിക്കാറ്റിൽ മൊത്തം ഒരു ടൗണ് മൊത്തം പോവാന്ന് ആലോചിച്ച്. നമ്മൾ കേരളക്കാർക്ക് എല്ലാവർക്കും ഇപ്പോഴും ഭയങ്കര ഭയാനകമായൊരു കാര്യമാണ് ചൂരൽമല. അതേപോലെയാണ് അന്ന് അവിടുത്തെ മനുഷ്യന്മാർക്ക് സംഭവിച്ചത്. ഒന്നാലോചിച്ച് നോക്ക്. ഇതെല്ലാം അങ്ങനെ നേരം വെളുക്കുമ്പോഴത്തേക്കും ഒരു ടൗണ് മൊത്തം ഇല്ലാതായി. എന്തൊരു സങ്കടം അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ. ഓരോ വീടുകളാണെങ്കിലും എന്താ പറയുക, അത് നമ്മൾ ഈ വോയിസ് കൊടുക്കണമല്ലോ, അവിടെ പോയി കണ്ടാലാണ് അതിൻ്റെ വിഷമം എന്താണെന്ന് അറിയുള്ളൂ. അമ്പലങ്ങളുടെ അവശിഷ്ടം, ചർച്ചിൻ്റെ, റെയിൽവേ സ്റ്റേഷൻ്റെ, വീടുകൾ, സ്കൂള്, എന്തൊക്കെയെന്ന് പറയുന്നത് അവിടെ പോയി നമ്മൾ കാണണം. ഇന്ന് നമ്മൾ ആ ധനുഷ്കോടി കണ്ടു എന്ന് പറഞ്ഞ് സന്തോഷിച്ച് പോയ പോലെ എല്ലാം അവിടെ എത്തിയപ്പോൾ നമ്മളെ മൈൻഡിന് മൊത്തത്തിൽ അങ്ങ് ഡൗണായി. കാരണം അവിടെ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയുള്ളൂ. കുറേ വർഷങ്ങൾ മുന്നേ ആണെങ്കിൽ പോലും, അത്രയും വർഷം മുന്നേ ഇപ്പോഴും ആ ബിൽഡിങ്ങൊക്കെ അവിടെ ഒരു ഓർമ്മയ്ക്കായിരിക്കാം. അങ്ങനെ മുങ്ങിപ്പോയി. ഇതുണ്ടോ, ഒന്നും പറയണ്ട. ഇതൊരു അമ്പലത്തിൻ്റെ ഒരു അവശിഷ്ടമാണ്. അസിനോടിയിട്ട് വരുന്നു ഗായ്സ്. അതാ ഓടുന്നു. ഇപ്പത്തെ പുതിയ അമ്പലങ്ങളൊക്കെ അതാ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ്. ഞങ്ങൾ ഫുഡ് കിട്ടാതെ അലയുകയാണ് ഗായ്സ്. ഇവിടെ വന്നിട്ട് വീട്ടിൽ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വിലയില്ല. ഇപ്പം ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഫുൾ ക്ലോസ്. എന്ത് ചെയ്യും, ഫുൾ ക്ലോസ്ഡ്. ഉച്ചയ്ക്ക് ശേഷം അത്ര എന്ത് ചെയ്യും, ഹോട്ടലുമില്ല. ഇതാ ഇവിടെ ഈ പൊട്ടന്മാർ അങ്ങോട്ട് പോയി ഹോട്ടലിൽ ഒരെണ്ണം കണ്ടു.
സാപ്പിട വല്ലത് മിരുക്കണ്ടേ ഇപ്പൊ അവിടെ ചോദിക്കണ്ട. ആ ചുഴലിക്കാറ്റും പിന്നെ കൊടുങ്കാറ്റും ശക്തമായി 2 നില കെട്ടിടത്തിൻ്റെ ഹൈറ്റിലെ തിരമാല വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വരെ ഒലിച്ചു പോയത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കാണുന്നത് ഒരു ചർച്ചാണ്, പക്ഷെ അതിൻ്റെ ഫ്രണ്ട് വശം മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് ചുഴലിക്കാറ്റിലും പിന്നെ തിരമാല അടിച്ചിട്ടാണ് മെയിനായിട്ട് പോയത്. കൊടുങ്കാറ്റും തിരമാല, ശക്തമായ തിരമാലയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ആൾക്കാർ പറഞ്ഞത് കേട്ടോ, നമുക്കറിയില്ല. അവർ പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര വിഷമാവും. നോക്ക്, ചർച്ചക്കാകത് മാത്രമേ ഉണ്ടോ, സൈഡ് വശമൊന്നുമില്ല. ഇതിൻ്റെ പുറകിലാണ് കടൽ. അപ്പോൾ അവിടെ നിന്ന് നേരെ തിരമാല നല്ല ശക്തമായ ഭയങ്കര വെയിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാതെ ഞാൻ വോയിസ് മാത്രം കൊടുത്തത്. ഫേസ് കാണിക്കാൻ പറ്റില്ല, വെയിൽ മുഖത്തേക്ക് അടിച്ചിട്ട്. എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല, എന്നാലും ഒന്ന് എടുത്തു എന്ന് മാത്രം, ഒന്നും പറയണ്ട. ഉണ്ടോ വരുന്നവർ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കാണണേ. അങ്ങനെ നമ്മൾ ധനുഷ്കോടി എല്ലാവരുടെയും പോയി കറങ്ങി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ പാമ്പൻ പാലം കണ്ടു ഗായ്സ്. ഇതിൻ്റെ കഥ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ. ഞാൻ ഇനി വല്ല പൊട്ട തെറ്റും പറയണില്ല. എന്തായാലും നമ്മളെ യാത്ര അടിപൊളിയായിരുന്നു. രാമേശ്വരം, ധനുഷ്കോടി അവിടെയൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് യൂട്യൂബ് പോയി സെർച്ച് ചെയ്ത് ഇതിൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക. ഈ രാമേശ്വരം പോണ വഴിക്ക് ആ ട്രെയിനിൽ പോകുമ്പോണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ്, വൈബാണ്. അത്ര അടിപൊളിയാണ്, നല്ല രസമുള്ള യാത്രയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നിങ്ങളെ സ്വന്തം ഷംന ലക്കടി. ഓക്കെ, ബൈ.